ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബനാന വേണമെങ്കിലും എടുക്കാം കേട്ടോ, നേന്ത്രപ്പഴം എടുക്കരുത്. മൈസൂർ പഴം, അതുപോലെ ഞാലിപ്പൂവൻ, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 ലിറ്റർ പാലാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് പാല് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ പാലും ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ബനാന ഒന്നും ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് പാല് ചേർത്തിട്ട് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 6 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ടൈഗർ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ബനാനയൊക്കെ അരച്ചെടുത്തല്ലോ, ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ബിസ്ക്കറ്റ് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിൽക്ക് ഷേക്ക്, സ്മൂത്തി, അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലാണ് ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഡ്രിങ്ക് കുടിക്കാൻ താല്പര്യമെങ്കിൽ കുറച്ചും കൂടെ തണുത്ത വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഒന്നും കൂടി സ്പെഷ്യൽ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർക്കാം കേട്ടോ. നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ ഇടാം. അപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുകളിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം ചേർക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, ഫ്രഷ് ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കുക, അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്